നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഫിസിയോഗ്നമി അഥവാ മുഖലക്ഷണം എന്നാൽ ഒരാളുടെ മുഖത്തിൻ്റെ ആകൃതി, കണ്ണ്, മൂക്ക്, ചുണ്ട്, നെറ്റിത്തടം, കവിളുകൾ തുടങ്ങിയ അവയവങ്ങളുടെ ഘടന എന്നിവ വിശകലനം ചെയ്ത് ആ വ്യക്തിയുടെ സ്വഭാവം, ഭാവി, ഭാഗ്യം, വ്യക്തിത്വം എന്നിവ പ്രവചിക്കുന്ന ഒരു ഭാരതീയ ശാസ്ത്രശാഖയാണ്. ഭാരതീയ ജ്യോതിഷത്തിൻ്റെ ഭാഗമായ സാമുദ്രിക ശാസ്ത്രത്തിലാണ് മുഖ ലക്ഷണത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നത്. മുഖലക്ഷണ ശാസ്ത്രപ്രകാരം പ്രധാനമായും ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ നെറ്റിത്തടം, കണ്ണുകൾ, മൂക്ക്, ചുണ്ട് ഇവയൊക്കെയാണ്. ഇതിൽ നെറ്റിത്തടം ഒരാളുടെ ബുദ്ധിശക്തി, ഭാഗ്യം, ചിന്താശേഷി എന്നിവ, നെറ്റിയുടെ വലിപ്പവും അതിലെ വരകളും നോക്കി വിലയിരുത്തുന്നു. കണ്ണുകൾ മനസ്സിൻ്റെ കണ്ണാടിയായി കരുതപ്പെടുന്ന കണ്ണുകളുടെ വലിപ്പം, നിറം, കാന്തി എന്നിവ വ്യക്തിയുടെ ആത്മാർത്ഥതയെയും സ്വഭാവശുദ്ധിയെയും വെളിപ്പെടുത്തുന്നു. മൂക്ക് ധനസ്ഥിതി, ആത്മവിശ്വാസം, അധികാരം എന്നിവ മൂക്കിൻ്റെ ആകൃതിയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ചുണ്ടുകൾ ഒരാളുടെ സംസാര രീതി, ഭയം, സ്നേഹം എന്നിവ ചുണ്ടുകളുടെ ഘടനയിൽ നിന്ന് മനസ്സിലാക്കാം. ലളിതമായി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ബാഹ്യമായ മുഖഭാവങ്ങളിൽ നിന്നും അവയവ ഘടനകളിൽ നിന്നും അവരുടെ ആന്തരിക സ്വഭാവവും ജീവിതാനുഭവങ്ങളും മനസ്സിലാക്കിയെടുക്കുന്ന ഒരു കലയാണിത്. മുഖലക്ഷണ ശാസ്ത്രത്തിൽ മുഖത്തെ 3 ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് പുരികം മുതൽ മുകളിലേക്ക്, രണ്ടാമത്തേത് പുരികം മുതൽ മൂക്കിന് താഴെ വരെ, മൂന്നാമത്തേത് മൂക്കിന് താഴെ മുതൽ കീഴ്ഭാഗം വരെ. മുകൾ ഭാഗം അതായത് നെറ്റിത്തടം, ഇവിടെ നമുക്ക് വിചാരങ്ങൾ, തീരുമാനമെടുക്കാനുള്ള ക്ഷമത എന്നിവയെ മനസ്സിലാക്കാം. നെറ്റിത്തടത്തെ നോക്കി എങ്ങനെയെല്ലാം വിലയിരുത്താം. ഒരു ചെറിയ കാര്യം പറയാം. അതിൽ തന്നെ നിങ്ങൾക്ക് ഒരാളുടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, വിസ്താരമുള്ളതും ഉയർന്നതുമായ നെറ്റിത്തടം. മറ്റേത് ചെറിയതും ചുരുങ്ങിയതുമായ നെറ്റിത്തടം. ഇനിയൊന്ന് ശ്രദ്ധിക്കുക. ഉയർന്ന നെറ്റിത്തടമുള്ള വ്യക്തി ആഴത്തിൽ ചിന്തിച്ച് മാത്രമേ കാര്യങ്ങൾ തീരുമാനമെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയുള്ളൂ. ചെറിയ നെറ്റിത്തടമുള്ള ആളുകൾ കാര്യത്തെ കേട്ട ഉടനെ ചെയ്തു കഴിയും. അതായത് ഇവർ ഒന്നും ആലോചിക്കാൻ നിൽക്കാറില്ല. ചുരുക്കത്തിൽ എടുത്തുചാട്ടക്കാരെന്ന് വേണമെങ്കിലും പറയാം. ഒരു വ്യക്തിയെ ഒറ്റ നോട്ടത്തിൽ കണ്ട് വിലയിരുത്താൻ പറ്റിയ ഒരു ലക്ഷണമാണിത്. ഇതിൽ പ്രയോജനം എന്തൊക്കെയെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ഒരു ഉയർന്ന നെറ്റിത്തടമുള്ള ആളിനോട് എങ്ങനെ പെരുമാറണമെന്നും ചെറിയ നെറ്റിത്തടമുള്ള വ്യക്തിയോട് ഏത് രീതിയിൽ പെരുമാറണമെന്നും ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. സ്വാഭാവികമായും ചെറിയ നെറ്റിത്തടമുള്ള വ്യക്തികൾ മുൻകോപികളായിരിക്കും. നല്ലതുപോലെ ആലോചിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരും പെരുമാറുന്നവരും സംസാരിക്കുന്നവരുമായിരിക്കും ഉയർന്ന നെറ്റിത്തടമുള്ളവർ. പുതുതായി കാണുന്ന ഒരു വ്യക്തിയെ കണ്ട് എങ്ങനെ അവരോട് സംസാരിച്ചു തുടങ്ങണമെന്ന് മനസ്സിലായി കാണുമല്ലോ. ആലോചനയിൽ മുഴുകിയിരിക്കുന്ന ഒരു എഞ്ചിനീയറെയും എടുപിടിയിൽ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന ഒരു പയ്യനെയും ഒന്ന് മനസ്സിൽ ഓർത്താൽ മതി, മനസ്സിലാകും. ഇനി നെറ്റിത്തടത്തെപ്പറ്റി വിസ്താരത്തിലൽപ്പം നോക്കാം. സാമുദ്രിക ശാസ്ത്രപ്രകാരം ഒരാളുടെ നെറ്റിത്തടം അവരുടെ ബുദ്ധിശക്തി, ചിന്താശക്തി, ഭാഗ്യം, ഭാവി എന്നിവയെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. നെറ്റിയുടെ ആകൃതി, വലിപ്പം, അതിലെ വരകൾ എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഇതൊക്കെ വിലയിരുത്തുന്നത്. നെറ്റിത്തടം
കണ്ട് മനസ്സിലാക്കാവുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറയാം. നെറ്റിയുടെ വലിപ്പം ആകൃതി അനുസരിച്ച് 4 തിരിച്ചിരിക്കുന്നു. 1 വിശാലമായ നെറ്റി, 2 ചെറിയ അല്ലെങ്കിൽ ഇടുങ്ങിയ നെറ്റി, 3 ഉയർന്ന നെറ്റി, 4 ഉരുണ്ട നെറ്റി. ബ്രോഡ് ഫോർഹെഡ് അഥവാ വിശാലമായ നെറ്റിത്തടമുള്ള വ്യക്തികൾ പൊതുവെ ബുദ്ധിമാന്മാരും വിശാല മനസ്കരും ആയിരിക്കും. ഇവർക്ക് നല്ല നേതൃത്വ ഗുണവും ദീർഘവീക്ഷണവും ഉണ്ടാകും. ഭാഗ്യം ഇവരെ വളരെ എളുപ്പത്തിൽ കടാക്ഷിക്കാറുണ്ട്. ജീവിതത്തിൽ ഉന്നത വിജയം നേടാൻ ഇവർക്ക് കഴിയും. അടുത്തത് നാരോ ഫോർഹെഡ് അഥവാ ചെറിയ അല്ലെങ്കിൽ ഇടുങ്ങിയ നെറ്റിത്തടം. ഇവർ പലപ്പോഴും മുൻകോപികളാകാൻ സാധ്യതയുണ്ട്. ഇവർ കാര്യങ്ങളെ വൈകാരികമായി സമീപിക്കുന്നവരായിരിക്കും. ജീവിതത്തിൽ ഉയർച്ച അഥവാ ജീവിത വിജയം നേടാൻ ഇവർക്ക് കഠിന പ്രയത്നം ചെയ്യേണ്ടി വന്നേക്കാം. അടുത്തത് ഹൈ ഫോർഹെഡ് അഥവാ ഉയർന്ന നെറ്റിത്തടമുള്ള ആളുകൾ. ഇവർ മികച്ച ചിന്താശേഷിയും വിശകലന സാമർഥ്യവും ഉള്ളവരായിരിക്കും. പഠനത്തിലും ഗവേഷണത്തിലും തിളങ്ങാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കും. അടുത്തത് റൗണ്ട് ഓർ കർവ്ഡ് ഫോർഹെഡ് അഥവാ ഉരുണ്ട നെറ്റിത്തടമുള്ളവർ. ഇവർ പൊതുവെ ക്രിയേറ്റിവിറ്റി അഥവാ സർഗാത്മകത ഉള്ളവരായിരിക്കും. കല, സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ ഇവർ ശോഭിച്ചേക്കാം. വളരെ സൗമ്യമായ പ്രകൃതക്കാരായിരിക്കും ഇവർ. ഇനി നമുക്ക് നെറ്റിയിൽ കാണുന്ന വരകൾ കണ്ട് എന്തൊക്കെ മനസ്സിലാക്കാമെന്ന് നോക്കാം. ഒന്നാമത്തേത് വരകൾ ഇല്ലാത്ത മിനുസമുള്ള നെറ്റിയുള്ളവർ. നെറ്റിയിൽ യാതൊരു വരകളുമില്ലാത്തവർ പൊതുവെ വളരെ ശാന്ത സ്വഭാവക്കാരായും ഭാഗ്യമുള്ളവരായും കണക്കാക്കുന്നു. ഇവർക്ക് സമാധാനപരമായ ജീവിതം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. ഇനി വ്യക്തമായ നീളമുള്ള വരകൾ. നെറ്റിത്തടത്തിൽ വ്യക്തവും മുറിയാത്തതുമായ വരകളുള്ളത് ദീർഘായുസ്സിൻ്റെയും സാമ്പത്തിക നേട്ടത്തിൻ്റെയും ലക്ഷണമായി കണക്കാക്കുന്നു. ഇവർക്ക് ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യബോധം ഉണ്ടായിരിക്കും. നല്ല സാമ്പത്തിക സ്ഥിതിയുള്ളവരായും കൂടുതൽ പേരെ കാണാം. അടുത്തത് മുറിഞ്ഞ അല്ലെങ്കിൽ വളഞ്ഞ വരകൾ. നെറ്റിയിലെ വരകൾ മുറിഞ്ഞതോ ക്രമരഹിതമോ ആയതാണെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെയും മാനസിക സമ്മർദ്ദങ്ങളെയും സൂചിപ്പിക്കുന്നു. ഇവർക്ക് മനസ്സമാധാനം അല്പം കുറവായിരിക്കും. മുഖലക്ഷണത്തിൽ പെട്ടെന്ന് കണ്ടെത്തി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് നെറ്റിത്തടം. മുമ്പ് ഈ ചാനലിലൂടെ പല്ലിലെ വിടവ്, കാലിലെ തള്ളവിരലിനേക്കാളും വലിപ്പം രണ്ടാമത്തെ വിരൽ ആണെങ്കിൽ, താടിയിലെ കുഴി, മുഖത്ത് കാണുന്ന കറുത്ത പുള്ളികൾ, നാഭി, മൂക്ക്, പുരികം, ചെവിയിലെ രോമം, തള്ളവിരലിൻ്റെ വളവ്, ഇതെല്ലാം കണ്ട് എന്തൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ലക്ഷണം സാമുദ്രിക ശാസ്ത്രം എന്ന പ്ലേലിസ്റ്റ് കയറി കാണുക. പ്രിയരെ, മുഖലക്ഷണശാസ്ത്രം എന്നത് പുരാതനമായ ഒരു നിരീക്ഷണ സമ്പ്രദായമാണ്. ഇത് ഒരാളുടെ സ്വഭാവത്തിൻ്റെ പല സൂചനകളും നൽകുമെങ്കിലും ഒരാളുടെ കർമ്മം അഥവാ പ്രവൃത്തികൾ, ചുറ്റുപാടുകൾ, അതുപോലെ എടുക്കുന്ന തീരുമാനങ്ങൾ, ഇവയൊക്കെയാണ് അവരുടെ യഥാർത്ഥ വ്യക്തിത്വവും ഭാവിയും രൂപപ്പെടുത്തുന്നത്. ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്
നിർത്തുന്നു. നന്ദി, നമസ്കാരം.